Hi everyone, welcome to one more session with Teach Kerala. So ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രിയുടെ JEE പാർട്ടിലേക്ക് കിടക്കുകയാണ്. JEE പാർട്ടിലെ 10th സ്റ്റാൻഡേർഡിന്റെ ബേസിക്സ് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ NCERT-യിലേക്ക് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അന്നേരം ഇത് 11th സ്റ്റാൻഡേർഡിലെ JEE ലെവലിലുള്ള ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ വ്യൂസ് എല്ലാം കുറച്ച് കുറവാണ്. ഇത് അത്ര എല്ലായിടത്തോട്ടും എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാണുന്നു എല്ലാവരും തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലും സ്കൂൾ ഗ്രൂപ്പുകളിലും ട്യൂഷന്റെ ഗ്രൂപ്പുകളിലും കോച്ചിങ്ങിന്റെ ഗ്രൂപ്പിലും എല്ലായിടത്തും ഒന്ന് അയച്ചേക്കണേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ട്രിഗ്നോമെട്രി തുടങ്ങാം. ട്രിഗ്നോമെട്രി അല്ലെ, ട്രൈ എന്ന് പറഞ്ഞാൽ 3 അല്ലെ, ഗോൺ എന്ന് പറഞ്ഞാൽ ആംഗിൾസ്, മെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെന്റ്. 3 ആംഗിളുകളുടെ മെഷർമെന്റ് ആണ് ട്രിഗ്നോമെട്രി കൊണ്ട് നമ്മൾ പഠിക്കുന്നത്. അതായത് 3 ആംഗിൾ എവിടെയാ വരുന്നത്? ട്രയാംഗിളിന്റെ കേസിലല്ലേ. അതായത് ട്രയാംഗിളിന്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ട്രയാംഗിളിന്റെ കേസിൽ മൊത്തത്തില് ട്രയാംഗിളിന്റെ കേസിൽ അല്ലെന്ന് നമ്മൾ NCERT-യിൽ മനസ്സിലായല്ലോ. ഇനി അങ്ങോട്ട് യൂണിറ്റ് സർക്കിളിന്റെ ആണ് അല്ലെ. ട്രിഗ്നോമെട്രിയുടെ ബേസിക് കാര്യം ഇവിടുന്ന് തുടങ്ങി. എന്നാൽ നമുക്ക് ട്രയാംഗിളിനെ കുറിച്ച് കുറച്ച് കാര്യം ഒന്ന് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. ഒരു ട്രയാംഗിളിന്റെ നെയിമിങ് എപ്പോഴും ബെറ്റർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നെയിം ചെയ്യുന്നതാണ് ബെറ്റർ. ABC. ഓക്കെ, ഈ ആംഗിൾ എ, ഈ ആംഗിൾ ബി, ആംഗിൾ സി. നമ്മൾ യൂഷ്വലി നെയിം ചെയ്യുന്നത് സൈഡ് കൊണ്ടല്ലോ. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ളതിനെ സ്മോൾ എ എന്നും, ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ളതിനെ സ്മോൾ ബി എന്നും, ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ഉള്ളതിനെ സ്മോൾ സി. ഓക്കെ, സൊല്യൂഷൻസ് ഓഫ് ട്രയാംഗിൾസിന്റെ അകത്ത് നമ്മൾ ഈ കാര്യം കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കും. സോ ഒരു സ്റ്റാൻഡേർഡ് ഫോമായിട്ട് ഇങ്ങനെ നെയിം ചെയ്യാനായിട്ട് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രയാംഗിൾ ഇന്നിക്വാലിറ്റി ഒക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ഇതാണ് രണ്ട് സൈഡുകളുടെ സം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടേക്ക് A plus B, അത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ് ആയിരിക്കണം. A plus B ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ C. ഈ കാര്യം മനസ്സിലായല്ലോ. ഈ കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A minus C. അതായത് ഏതെങ്കിലും രണ്ട് സൈഡിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഷുഡ് ബി ലെസ് ദാൻ ദ തേർഡ് സൈഡ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മോഡുലസിനെ എല്ലാവർക്കും മാറ്റാൻ അറിയാലോ അല്ലെ. മോഡുലസ് ഓഫ് A minus C എന്നും എഴുതാം, C minus A എന്നും എഴുതാം അല്ലെ. എപ്പോഴാണ് A minus C ആവുന്നത്? എപ്പോഴാണ് ദിസ് ഇസ് A minus C ലെസ് ദാൻ ബി എന്നറിയാം, അല്ലെങ്കിൽ മൈനസ് ഓഫ് A minus C, അതായത് C minus A ലെസ് ദാൻ ബി എന്നറിയാം. രണ്ട് രീതിയിലും വരാമല്ലോ അല്ലെ. ഏതാണോ പോസിറ്റീവ് ആണെന്നോ അത് ഇട്ട് കൊടുക്കും എന്നല്ലേ അർത്ഥം അല്ലെ, പോസിറ്റീവ് വാല്യൂ വരുന്നത്. ഇത് രണ്ട് രീതിയിലും ആകാം. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ A is less than B plus C, അതായത് B plus C is greater than A എന്ന് കിട്ടി. അതേപോലെ തന്നെ C is less than B plus C, അതായത് A plus B is ഗ്രേറ്റർ ദാൻ C എന്നും കിട്ടി. അപ്പൊ എല്ലാ കോമ്പിനേഷനും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആയി. അതായത് ഏതൊരു രണ്ട് സമ്മിന്റെയും ഏതൊരു രണ്ട് സൈഡിന്റെയും സം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. പിന്നെ അതിന്റെ ഡിഫറൻസിന്റെ മോഡുലസ് ഷുഡ് ബി ലെസ് ദാൻ ദ തേർഡ് സൈഡ് എന്നും. അത് വെച്ച് തന്നെ ഈ അഡീഷന്റെ ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെക്കുക. മൂന്നാമത്തെ പോയിന്റ് ഇതായിരുന്നു. അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാലാമത്തെ പോയിന്റ് സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ അല്ലെ. ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് അറിയാം. ഇപ്പൊ നമുക്ക് ഈ ഒരു ട്രയാംഗിൾ ഇപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ABC എന്നാണെങ്കിൽ ഇത് A എന്നും ഇതിനെ B എന്നും ഇതിനെ C എന്നും വിളിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ B ഇപ്പോൾ ആംഗിൾ സിയെക്കാട്ടിലും ഗ്രേറ്റർ ആണെങ്കിൽ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിട്ടുള്ള സ്മോൾ ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള സ്മോൾ സി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള റിലേഷൻ ആണ്. ആംഗിൾസിൽ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ അതിന് ഇക്വലന്റ് ആയ ഓപ്പോസിറ്റ് സൈഡ്സിലും ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിലും ഈ ഇൻഇക്വാലിറ്റി ആപ്ലിക്കബിൾ ആയിട്ട് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചുള്ള ട്രിഗ്നോമെട്രി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉള്ളത് ആയിരുന്നു അല്ലെ. NCERT പഠിച്ചതല്ല, 10ാം ക്ലാസ് വരെയുള്ള അല്ലെ. അപ്പൊ ഇതൊരു ABC എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ പെർപെൻഡിക്കുലർ എന്നും ഇതിനെ ബേസ് എന്നും ഇതിനെ ഹൈപ്പോട്ടിന്യൂസ് എന്നും വിളിച്ചായിരുന്നു അല്ലെ. എന്നിട്ട് അതിനെ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്, അതായത് പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടിന്യൂസ്. കോസ് തീറ്റ എന്ന് പറയുന്നത് ബേസ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് എവിടെയാ പ്രശ്നം വന്നത്? സൈൻ തീറ്റ സൈൻ 90-യുടെതും സൈൻ 0-യുടെതും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ പ്രശ്നം വന്നപ്പോൾ നമ്മൾ യൂണിറ്റ് സർക്കിൾ മെത്തേഡിലേക്കും പോയി. ഈ കാര്യമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആയിട്ടെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോകണേ. നമുക്കറിയാവുന്ന ഐഡന്റിറ്റീസ് ഏതൊക്കെ അറിയാം? ഐഡന്റിറ്റീസ് ഓൾറെഡി നമുക്കറിയാവുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 എന്നറിയാം അല്ലെ.
പിന്നെ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 എന്നറിയാം. അതായത് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി, അതായത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇതിനെ 1 എന്നറിയാം. അതായത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ്. അതായത് സീക് തീറ്റ പ്ലസ് ടാൻ തീറ്റയും സീക് തീറ്റ മൈനസ് ടാൻ തീറ്റയും റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ ആണ്. ഓക്കെ, അറിയാലോ. ബേസിക് ആംഗിൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ആംഗിൾ ഇസ് വാട്ട്? ഇറ്റ്സ് എ മെഷർ ഓഫ് എമൗണ്ട് ഓഫ് റൊട്ടേഷൻ. എത്ര റൊട്ടേഷൻ നടന്നു എന്നുള്ളതിന് മെഷർ ആണ് ആംഗിൾ അല്ലെ. അത് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്കിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആംഗിൾ എന്നും, ഇതിന് ക്ലോക്കിന്റെ ഡയറക്ഷനിലാണെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ആംഗിൾ എന്നും വിളിക്കുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മൾ ആംഗിൾ എക്സീഡിങ് 360 ഡിഗ്രിക്ക് എന്താ പറ്റുന്നത്? എക്സീഡിങ് 360 ഡിഗ്രി. അതായത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനം ഇവിടെ നിന്ന് തീറ്റ വന്നു, ഇവിടെ കറങ്ങി 360 കഴിഞ്ഞിട്ട് ഇവിടെ വരെ വന്നു. അതായത് ഇത് 360, ഇതൊരു തീറ്റ ആണെങ്കിൽ ഇത് 360 പ്ലസ് തീറ്റ അല്ലേ. 360 പ്ലസ് തീറ്റയും സെയിം ആണ്. അന്നേരം നമ്മൾ ഏതൊരു ട്രിഗ്നോമെട്രിക് റേഷ്യോയിൽ നിന്നും 360 ഡിഗ്രി എടുത്ത് കളയുകയോ ആഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും വരത്തില്ല അല്ലെ. പിന്നെ നമ്മൾ റേഡിയൻ മെഷർമെന്റിനെ കുറിച്ച് പഠിച്ചില്ലായിരുന്നോ? റേഡിയൻ മെഷർമെന്റ് ഓഫ് ആംഗിൾസിനെ കുറിച്ച് പഠിച്ചായിരുന്നോ ഇല്ലയോ? റേഡിയൻ മെഷർമെന്റ് തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ അല്ലെ. എൽ എന്ന് പറയുന്ന ആർക്ക് ലെങ്ത്, ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. തീറ്റ ഇസ് ഈക്വൽ ടു എൽ ബൈ ആർ. പിന്നെ എന്താ കൺവേർഷനും നമ്മൾ പഠിച്ചു അല്ലെ. കൺവേർഷനിൽ നമ്മൾ പഠിച്ചു ഡിഗ്രി ടു റേഡിയൻ ചെയ്യാനായിട്ട് മൾട്ടിപ്ലൈ ബൈ പൈ ബൈ 180. അതോടൊപ്പം തന്നെ റേഡിയൻ ടു ഡിഗ്രി ആണ് നമുക്ക് ചെയ്തതെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 180 ബൈ പൈ, മൾട്ടിപ്ലൈ ബൈ 180 ബൈ പൈ അല്ലെ. എക്സാമ്പിൾ ഇപ്പൊ 12 ഡിഗ്രി എനിക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 12 ഇൻറ്റു പൈ ബൈ 180 ചെയ്യുക. ഇത് 2 ടൈംസ് വരും, ഇത് 3 ടൈംസ് വരും അല്ലെ. അതായത് 30 വരും, വെട്ടിപ്പോവും 15, പൈ ബൈ 15 റേഡിയൻ. റേഡിയൻ ഇങ്ങനെ മുകളിൽ ഒരു സി എന്നും പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ആർ റേഡിയൻ എന്നോ മുകളിൽ ഒരു സി എന്നോ എഴുതാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, കൺവേർട്ട്. എല്ലാം ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യുവാണ്. ഇപ്പൊ റിപ്പീറ്റേഴ്സ് ഒക്കെ NCERT കാണാതെ വരുവാണെങ്കിൽ അവർക്കെല്ലാം വേണ്ടിയിട്ട് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യുവാണ്. NCERT കണ്ടവര് ഇതൊക്കെ പെട്ടെന്ന് അടിച്ചു പോവാം. കൺവേർട്ട് പൈ ബൈ 18 ടു ഡിഗ്രി. നമുക്ക് റേഡിയൻ ടു ഡിഗ്രി കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ? മൾട്ടിപ്ലൈ ബൈ 180 ബൈ പൈ ആണ്. പൈയും വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി 10 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്കിപ്പോ അറിയാം പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. പൈ റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ 1 റേഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ പൈ ആണ് അല്ലെ. 180 ഡിവൈഡഡ് ബൈ പൈ ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 22/7. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 57 ഡിഗ്രി 16 മിനിറ്റ്സ് 22 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് ഓർത്ത് വെക്കുക. ഈ ഒരു പാർട്ട് അപ്രോക്സിമേറ്റ്ലി 57 ഡിഗ്രി എന്ന് എടുക്കാം. ഓക്കെ, സോ 1 റേഡിയൻ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 57 ഡിഗ്രി എന്ന് വരാനായിട്ട് കാര്യം ഇതാണ്. നിങ്ങളുടെ അടുത്ത് ഇപ്പം സൈൻ 1 എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ, ഡിഗ്രി സിമ്പിൾ ഇട്ടിട്ടില്ലെങ്കിൽ ഓർക്കുക ആംഗിൾ മെഷർമെന്റ് റേഡിയനിലാണ്. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും ചോദിക്കുവാണ് സൈൻ 1 ആണോ സൈൻ 1 ഡിഗ്രി ആണോ വലുത്? സൈൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രോക്സിമേറ്റ്ലി സൈൻ 57 ഡിഗ്രി ആണ്. ഓർ സൈൻ 1 ഡിഗ്രി ആണോ വലുത്? നമുക്ക് സൈനിന്റെ ഗ്രാഫ് അറിയാം. സൈൻ 0 ആണ്. ഇവിടെ 90 ഡിഗ്രി, അതായത് പൈ ബൈ 2 ഇവിടെ വരും അല്ലെ. സോ സൈൻ 1 ഡിഗ്രി എന്ന് പറയുന്നത് സംവെയർ ഹിയർ വരും. സൈൻ 57 എന്ന് പറയുന്നത് സംവെയർ ഹിയർ വരും. സോ സൈൻ 57ന്റെ വാല്യൂ ആണല്ലോ സൈൻ 1-നെക്കാട്ടിലും ഗ്രേറ്റർ. സോ നമുക്ക് പറയാം സൈൻ 1 ഡിഗ്രിയെക്കാട്ടിലും ഗ്രേറ്റർ, അതായത് സൈൻ 1 ഇസ് ഗ്രേറ്റർ ദാൻ സൈൻ 1 ഡിഗ്രി. കാരണം എന്താ? സൈൻ 57 ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ ദിസ്. സൈൻ 57ന്റെ വാല്യൂ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി സൈൻ 60യുടെ വാല്യൂ എടുക്കാമല്ലോ. അതായത് √3/2 ആണോ സൈൻ 1 ഡിഗ്രി വളരെ ക്ലോസ് ടു 0 ഡിഗ്രി ആണ്, അതായത് 0 ആണോ വലുത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് ഇത് തരുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ സൈൻ 1 ആണ് ഗ്രേറ്റർ ദാൻ സൈൻ 1 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം സൈൻ 4 റേഡിയനെ കുറിച്ച് സംസാരിക്കും. റേഡിയൻ എന്ന് എഴുതണ്ട, സൈൻ 4 എന്ന് പറഞ്ഞാൽ റേഡിയനിലാണെന്ന് അർത്ഥം. എന്ന് പറയുന്നത് സൈൻ ഓഫ് 1 റേഡിയൻ എന്ന് പറയുന്നത് 57 ആണെങ്കിൽ ആ ഇൻറ്റു 57 ചെയ്യാമല്ലോ. ദാറ്റ് ഇസ് സൈൻ ഓഫ് 28 റിമൈൻഡർ ടു 228 ഡിഗ്രി എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം അല്ലെ.
228 ഡിഗ്രി എന്ന് അപ്രോക്സിമേറ്റ്ലി 228 ഡിഗ്രി എന്ന് എടുക്കാം. സംവെയർ ക്ലോസ് ടു സൈൻ 235 ഡിഗ്രി എന്ന് എടുക്കാം. ഇതൊരു നെഗറ്റീവ് സൈൻ ഒക്കെ വന്ന് ഇതിന്റെ വാല്യൂവിന് അടുത്തായിട്ട് വരും. 235 എടുത്തത് എന്തുകൊണ്ടാണ്? 45ന്റെ ഡിഫറൻസ് ഉള്ള സാധനം ആയതുകൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഓക്കെ, കാരണം 270യിൽ നിന്ന് ഉള്ളത് ആകെ സോറി 225ന് എടുക്കുന്നതാണ് എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ പഠിച്ച ഐഡന്റിറ്റിയോട് കൂടി എക്സ്ട്രാ ജെഇക്ക് വളരെ ഫ്രീക്വന്റ്ലി വരുന്ന ഐഡന്റിറ്റീസ് ആണ് ഇത്. നിങ്ങൾ കാണാൻ പഠിക്കണം. ഇനി കുറച്ച് കാണാൻ പഠിച്ച് പോയേ പറ്റത്തുള്ളൂ. ഈ ഒരു ട്രിഗ്നോമെട്രി നന്നായിട്ട് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഒന്നാമത്തത് ഞാൻ ഇതിന്റെ പ്രൂഫ് കാണിക്കാം. ഒന്നാമത്തെ ഇത് കാണാൻ പഠിക്കണം. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയാണ്. ഇത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയാണ്. വളരെ ഇമ്പോർട്ടന്റ്. മൂന്നാമത്തെ കാര്യം സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. അതോടൊപ്പം തന്നെ സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 3. അപ്പോൾ ഇതിന്റെ പ്രൂഫുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യത്തത് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ഇതിന്റെ പ്രൂഫ് LHS എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റയെ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം അല്ലെ. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ കോമൺ എടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് എഴുതാം അല്ലെ. സോ ദിസ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു LCM എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. നമുക്കറിയാം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ ആണ്. സോ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ ദാറ്റ് ഇസ് സെയിം ആസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് RHS ഹെൻസ് പ്രൂവ്ഡ് അല്ലെ. ഇത്രയല്ലേ ഉള്ളു കാര്യം. ഒന്നാമത്തെ പ്രൂഫ് ഇതായിരുന്നു. രണ്ടാമത്തെ റിസൾട്ട് എന്തായിരുന്നു നമ്മൾ എഴുതിയത്? രണ്ടാമത്തെ റിസൾട്ട് നമ്മൾ എഴുതിയിരുന്നു കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് അതും മൾട്ടിപ്ലിക്കേഷൻ ആണ്. കോട്ട് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ആണ് നമ്മൾ പഠിച്ചത്. ഇതിനെ നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ LHS എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം അല്ലെ. ന്യൂമറേറ്ററിൽ നമ്മൾ കോസ് സ്ക്വയർ തീറ്റ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് വരും അല്ലെ. ദിസ് ഇസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് വരും. ദാറ്റ് ഇസ് സെയിം ആസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും അല്ലെ. സോ ദിസ് ഇസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ തീറ്റ ആകും വിച്ച് ഇസ് സെയിം ആസ് RHS. അതും പ്രൂഫായി. സോ ഇതെല്ലാം ഓർത്ത് വെക്കുക. സൈൻ സ്ക്വയർ തീറ്റയുടെ റിലേഷൻ അതായത് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയും കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയും എന്നുള്ള റിലേഷൻ ഓർത്ത് വെക്കുക. അടുത്ത മൂന്നാമതായിട്ട് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? സൈൻ റേസ് ടു 4 തീറ്റ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ അതെന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യുന്ന 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് LHSനെ നമുക്ക് സൈൻ റേസ് ടു 4 തീറ്റയെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് അറിയാം a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ. അപ്പൊ നമുക്ക് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab എന്ന് എഴുതാമല്ലോ. ഇത് പറ്റുമല്ലോ. ഇപ്പൊ ഇവിടെ ഒരു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോം കണ്ടോ? a എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റയും b എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയും കണ്ടു. സോ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആണല്ലോ. സൈൻ സ്ക്വയർ തീറ്റയാണ് ഇവിടുത്തെ a, കോസ് സ്ക്വയർ തീറ്റയാണ് ഇവിടുത്തെ b. സോ ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു
എ ബി, എ എന്ന് പറയുന്ന സൈൻ സ്ക്വയർ തീറ്റ, ബി എന്ന് പറയുന്ന കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എപ്പോഴും 1 ആണല്ലോ, 1 ദ ഹോൾ സ്ക്വയർ 1 ആണ്. സോ ദി ആൻസർ വിൽ ബിക്കം 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇതായിരിക്കണമല്ലോ ഉത്തരം. സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആയിട്ട് വരും. അടുത്തത് നിങ്ങൾ തനിയെ ഇതേ രീതിയിൽ ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കുക. സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇതും നിങ്ങൾ ഇതേ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ ക്യൂബ് എന്നോ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ വാല്യൂ, പ്രൂവ് ദാറ്റ് സീക്ക് റേസ് ടു 4x മൈനസ് കൊസീക്ക് റേസ് ടു 4x മൈനസ് 2 സീക്ക് സ്ക്വയർ x പ്ലസ് 2 കൊസീക്ക് സ്ക്വയർ x. ഇത് 15/4 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇതിനെ എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് ഇതിനെ സീക്കിന്റെ ടേമുകളെ, LHSലെ സീക്കിന്റെ ടേമുകൾ ഒരുമിച്ച് എഴുതാം. സീക്ക് റേസ് ടു 4x മൈനസ് 2 സീക്ക് സ്ക്വയർ x അല്ലെ. ഇവിടെ ഈ രണ്ട് ടേമുകൾ മൈനസ് ഓഫ് എന്ന് പുറത്തെഴുതാം. അന്നേരം നമുക്ക് കൊസീക്ക് റേസ് ടു 4x മൈനസ് 2 കൊസീക്ക് സ്ക്വയർ x. അന്നേരം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സെയിം സാധനം തന്നെ വരുമല്ലോ, മൈനസ് വരും, ഇതിന് പ്ലസ് ആകും അല്ലെ. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു 1നെ നമ്മൾ ഇതിൽ ടോട്ടൽ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പ്ലസ് എന്തുകൊണ്ടാണ് എഴുതിയത്? സബ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ -1 ആണ്. ആ മൈനസിനെയും പുറത്ത് എടുത്തിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതി. എത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. സോ ബേസിക്കലി ഞാൻ ഇനി എന്താ ചെയ്തത്? 1നെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല, സെയിം ആണ്. സോ ഈ IIT-ലെ മെയിൻ ഒരു കളിയാണ് ആഡിങ്ങും സബ്ട്രാക്ടിങ്. ഇത് നിങ്ങൾ പതുക്കെ യൂസ് ടു ആയി വരും. 10ാം ക്ലാസ് വരെയുള്ള കളിയിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് തുടക്കത്തിൽ കാണുമ്പോൾ ഒന്ന് പേടിച്ചു തുടങ്ങും. പേടിക്കേണ്ട, സമയം എടുത്ത് വീണ്ടും ഭാവിയിൽ നിങ്ങൾ ഇങ്ങനത്തെ കേസൊക്കെ കാണുമ്പോൾ വീണ്ടും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് സിഗ്നൽ തരും, ആ ആഡ് ആൻഡ് സബ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, പേടിക്കണ്ട. എന്തുകൊണ്ടാണ് ഞാൻ ഈ ആഡ് ആൻഡ് സബ്ട്രാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്കൊരു ഇതിനെ ഞാനൊരു സീക്ക് സ്ക്വയർ x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സീക്ക് സ്ക്വയർ x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 6 റേസ് ടു 4 മൈനസ് 2ab, അതായത് മൈനസ് 2 സീക്ക് സ്ക്വയർ x പ്ലസ് 1 ദ ഹോൾ പ്ലസ് 1 എന്ന് വരത്തില്ലേ? അപ്പൊ ഇതിനെ സീക്ക് സ്ക്വയർ x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? കൊസീക്ക് സ്ക്വയർ x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാലോ. ഓക്കെ, നമുക്കറിയാം സീക്ക് സ്ക്വയർ x മൈനസ് ടാൻ സ്ക്വയർ x 1 ആണ്. അതായത് സീക്ക് സ്ക്വയർ x മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? ടാൻ സ്ക്വയർ x, അതായത് ഒരു ടാൻ സ്ക്വയർ x ദ ഹോൾ സ്ക്വയർ വരും. അതേപോലെ തന്നെ കൊസീക്ക് സ്ക്വയർ x മൈനസ് കോട്ട് സ്ക്വയർ x 1 ആണ്. അതായത് കൊസീക്ക് സ്ക്വയർ x മൈനസ് 1 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ x ആണ്. ഇത് കോട്ട് സ്ക്വയർ x ദ ഹോൾ സ്ക്വയർ ആയിട്ട് വരും അല്ലെ. ഇതിനെയാണ് നമ്മൾക്ക് 15/4 ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോറി, ചോദ്യം 15/4 എന്ന് പ്രൂവ് ചെയ്യാനല്ല, സോറി ഇതല്ലായിരുന്നു, സോറി. ഇത് 15/4 ആണെങ്കിൽ, ഈ തന്നിരിക്കുന്ന വാല്യൂ 15/4 ആണെങ്കിൽ ഫൈൻ ടാൻ എക്സ് എന്നുള്ളതാണ് ചോദ്യം. ഫൈൻ ടാൻ എക്സ് എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ചോദ്യം ഇതായിരുന്നേ, ദിസ് ഇസ് ഈക്വൽ ടു 15/4 ആണെങ്കിൽ ഫൈൻ ടാൻ എക്സ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് എത്ര വന്നിട്ടുള്ള ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ റേസ് ടു 4x മൈനസ് കോട്ട് റേസ് ടു 4x. ഇത് 15/4 എന്ന് വന്നിട്ടുണ്ട് അല്ലെ. ഇതിനെ ടാൻ റേസ് ടു 4x മൈനസ് 1/ടാൻ റേസ് ടു 4x എന്ന് എഴുതാലോ. ഇത് 15/4 എന്ന് എഴുതാലോ. ഇതിന് എക്സും വൈ ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും. അതിനെക്കാട്ടിലും ഒരു സ്മാർട്ട് ആയിട്ടുള്ള മൂവ് ഞാൻ കാണിച്ചു തരാം. ടാൻ റേസ് ടു 4x മൈനസ് അതിന്റെ റെസിപ്രോക്കൽ, അതായത് ടാൻ റേസ് ടു 4x. ഇത് 15/4 ആണ്. 15/4 എനിക്ക് 60, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 മൈനസ് 1/4 എന്ന് എഴുതാൻ സാധിക്കില്ലേ? 15/4 4 മൈനസ് 1/4 എന്ന് പറയുന്നത് 15/4 ആണ്. ശരിയല്ലേ? LCM എടുത്തു കഴിഞ്ഞാൽ 6. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് സ്മാർട്ട് മൂവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ടാൻ റേസ് ടു 4x 4ന് ഈക്വൽ ആണെങ്കിൽ ടാൻ 1/ടാൻ റേസ് ടു 4x 1/4. LHSലും RHSലും സിമിലർ കൈൻഡ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ടാൻ റേസ് ടു 4x എന്ന് പറയുന്നത് 4 ആയിരിക്കണമല്ലോ ഓട്ടോമാറ്റിക്കലി. ഇതാണ് സ്മാർട്ട് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ജെയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുമെന്ന് മനസ്സിലായത്. അപ്പൊ ടാൻ റേസ് ടു 4x 4 ആണെങ്കിൽ ടാൻ സ്ക്വയർ x എന്ന് പറയുന്നത് √4 ആണ്. അതായത് ടാൻ സ്ക്വയർ x എന്ന് പറയുന്നത്
പ്ലസ് ഓർ മൈനസ് 2 എന്ന് എഴുതാൻ നിങ്ങൾക്ക് തോന്നും, പക്ഷെ പ്ലസ് 2 എഴുതത്തുള്ളൂ. കാരണം എന്താ, സ്ക്വയർ ക്വാണ്ടിറ്റി ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല അല്ലെ. അപ്പൊ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് പ്ലസ് 2 വരും. അങ്ങനെയാണെങ്കിൽ ടാൻ എക്സ് എന്തായിരിക്കുന്നത്, അതിനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് വരും. സോ ടാൻ എക്സ് ക്യാൻ ബി പ്ലസ് റൂട്ട് 2 ഓർ മൈനസ് റൂട്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മനസ്സിലാകാത്തവർ ഒന്നും കൂടെ പോസ് ചെയ്ത് ഒന്നും കൂടെ എല്ലാ സ്റ്റെപ്പും ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുകയുണ്ടായ. അഡീഷനും സബ്ട്രാക്ഷന്റെയും കളി നമ്മൾ പഠിച്ചു. പിന്നെ ഇവിടെ ഒരു മാനിപ്പുലേഷനിലൂടെ സ്മാർട്ട് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ കുറച്ച് പ്രാക്ടീസിലൂടെ വരുന്ന കാര്യമാണ്. ആദ്യമേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ടെൻഷൻ അടിക്കേണ്ട. പതുക്കെ പതുക്കെ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ എത്തുമ്പോൾ എന്റെ കൂടെ നിന്ന് മനസ്സിലാക്കി പോയാൽ മതി. മനസ്സിലാക്കി പോയി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തു വെച്ച് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങും. പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഓക്കെ, ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ചോദ്യമാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് ചെയ്യാം. ചോദ്യം ഇതാണ്: ഇഫ് sin x plus sin square x is 1, if sin x plus sin square x is 1, then find the value of cos raised to 8x plus 2 cos raised to 6x plus cos raised to 4x. ഇതിന്റെ വാല്യൂ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് sin x plus sin square x 1 ആണെങ്കിൽ നമുക്ക് sin x നെ 1 minus sin square x എന്ന് എഴുതാലോ. അതായത് sin x 1 minus sin square x എന്ന് പറയുന്നത് cos square x അല്ലേ. സോ നമുക്ക് ഇപ്പം കിട്ടി sin x ഉം cos square x ഉം സെയിം ആണ്. ഇത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ cos raised to 8x നെ cos square x the whole raised to 4 എന്ന് എഴുതാം, പ്ലസ് 2 cos square x the whole cube എന്ന് ഇതിനെ എഴുതാം, പ്ലസ് cos square x the whole square എന്ന് നമുക്ക് എഴുതാം അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു cos square x എന്ന് പറയുന്നത് എത്രയാണ്, അതിനെ sin x കൊണ്ട് റീപ്ലേസ് ചെയ്യാലോ. അതായത് sin raised to 4x ആകും ഇത്. പ്ലസ് 2 ഈ cos square x നെയും sin x കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം, അത് sin cube x ആകും. പ്ലസ് ഈ cos square x നെയും sin x കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് sin square x ആവും. ഇനി നമുക്കറിയാം എപ്പോഴും ഒരു 2 വന്നു കഴിഞ്ഞാൽ ഓർക്കുക 2ab എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ. എന്താണ് ഇതിനെ നമുക്ക് sin square x plus sin x the whole square എന്ന് എഴുതിക്കൂടെ. sin square x plus sin x the whole square sin raised to 4x plus 2 sin cube x plus sin square x എന്ന് വരുമല്ലോ. നമുക്ക് വീണ്ടും അറിയാം sin square x plus sin x എന്ന് പറയുന്ന 1 ആണ്. അതായത് 1 the whole square. ആൻസർ വീണ്ടും 1 എന്ന് തന്നെ നമുക്ക് വരുന്നതായിട്ട് കാണാം. കാര്യം പിടികിട്ടിയോ മക്കളെ? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വീണ്ടും നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് sin theta, cos theta and tan theta are in GP, then cos raised to 9 theta plus cos raised to 6 theta plus 3 cos raised to 5 theta minus 1 ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് നിങ്ങളുടെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് ഓർക്കുക GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ടേം ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഒരു കോൺസ്റ്റന്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. എയോട് 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AR കിട്ടുന്ന സെക്കൻഡ് ടേം, അതിനോട് ഒരു 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AR സ്ക്വയർ കിട്ടുന്ന തേർഡ് ടേം, അടുത്ത എന്തായിരിക്കണം AR ക്യൂബ്, അടുത്തത് AR raised to 4. അങ്ങനെ ഇങ്ങനെ ഒരു കോമൺ റേഷ്യോ, അതായത് കോമൺ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു പോകുന്ന കേസുകളെയാണ് നമ്മൾ GP എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ 3 ടേംസ് GP-യിലാണെങ്കിൽ AR the whole squareും ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് തേർഡ് ടേമും സെയിം ആണ്. അതായത് if A, B, C are in GP, then B square should be A into C. അതായത് സ്ക്വയർ ഓഫ് ദ മിഡിൽ ടേം ഷുഡ് ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം ടേംസ്. ഇതൊരു GP-യുടെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, GP നിങ്ങൾ പലരും പഠിച്ചിട്ടില്ല എന്നറിയാം, പക്ഷെ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്ത് വെക്കുന്നതിൽ ആർക്കും പാടില്ലല്ലോ. 3 ടേംസ് GP-യിലാണെങ്കിൽ അതിനെ AR സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും മിഡിൽ ടേമിന്റെ സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീം ടേംസ് അല്ലെ. ഈ കാര്യം നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മിഡിൽ ടേമിന്റെ സ്ക്വയർ, അതായത് കോസ് സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ GP-യിലാണെങ്കിൽ മിഡിൽ ടേം ആയിട്ടുള്ള കോസ് സ്ക്വയർ തീറ്റയുടെ സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ഇതിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. സൈൻ തീറ്റ ഇൻറ്റു ടാൻ തീറ്റ, അതായത് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലെ. ഇപ്പം അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് ക്യൂബ് തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായി. കോസ് ക്യൂബ് തീറ്റയും സൈൻ സ്ക്വയർ തീറ്റയും ഒന്നാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിയിരുന്ന വാല്യൂ കോസ് റേസ് ടു 9 തീറ്റ പ്ലസ്
cos raised to 6 theta plus 3 cos raised to 5 theta minus 1. ഇതിനെ നമുക്ക് cos cube theta എന്ന് പറയുന്നത് sin square theta ആയതുകൊണ്ട് ഇതിനെ നമുക്ക് cos cube theta the whole cube എന്ന് എഴുതാം അല്ലെ. ഇതിനെ നമുക്ക് cos cube theta the whole square എന്ന് എഴുതാം. a raised to m whole raised to n a raised to mn ആയതുകൊണ്ട് ഇതിനെ 3 cos cube theta into sin square theta എന്ന് cos square theta എന്ന് നമുക്ക് എഴുതാം അല്ലെ. into cos square theta എന്ന് എഴുതാം minus 1 എന്ന് എഴുതാം. So cos cube theta എന്ന് പറയുന്നത് sin square theta ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ sin square theta the whole cube എന്ന് എഴുതാം. ഇതിനെയും sin square theta the whole square എന്ന് എഴുതാം plus 3 sin square theta into cos square theta minus 1 എന്ന് എഴുതാം അല്ലെ. ഇത്ര എഴുതാലോ. അതായത് ഇതെന്ന് പറയുന്നത് sin raised to 6 theta plus sin raised to 4 theta അല്ലെ. sin raised to 4 theta plus 3 sin square theta cos square theta minus 1 അല്ലെ. So this is same as sin raised to 6 theta plus sin raised to 4 theta minus of ഇതിനെ ഞാൻ minus of എടുത്തു കഴിഞ്ഞാൽ 1 minus 3 sin square theta cos square theta എന്ന് എഴുതാലോ. ഇതിൽ രണ്ടിലും മൈനസ് ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാലോ. this is equal to sin raised to 6 theta plus sin raised to 4 theta minus നമുക്കറിയാം 1 minus 3 sin square theta cos square theta എന്ന് പറയുന്നത് sin raised to 6 theta plus cos raised to 6 theta ആണെന്ന് റിസൾട്ട് നമ്മൾ പഠിച്ചില്ലേ. ഈ 1 minus 3 sin square theta cos square theta sin raised to 6 theta plus cos raised to 6 theta എന്ന് എഴുതാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് sin raised to 4 theta minus cos raised to 6 theta ആണ്. ബാക്കി cos raised to 6 theta എന്ന് പറയുന്നത് this is equal to sin raised to 4 theta minus cos raised to 6 theta cos cube theta the whole square എന്ന് നമുക്ക് എഴുതാലോ അല്ലെ. അതായത് sin raised to 4 theta minus cos cube theta എന്ന് പറയുന്നതിനെ നമുക്ക് sin square theta എന്ന് എഴുതാം. അതായത് sin square theta the whole square അതായത് sin raised to 4 theta sin raised to 4 theta cancel ആയി ഫൈനൽ ആൻസർ 0 ആയിട്ട് വന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലായിരുന്നോ? എല്ലാവരും ഒന്നും കൂടെ പോസ് ചെയ്തിട്ട് ചിന്തിച്ചു നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ ഉത്തരം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ. ഓക്കെ, ഓൾ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചത് ഏറ്റവും അവസാനം ഉപയോഗിച്ചത് sin raised to 6 theta plus cos raised to 6 theta എന്ന് പറയുന്നത് 1 minus 3 sin square theta cos square theta എന്നുള്ള റിലേഷൻ യൂസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് sin raised to 8 theta minus cos raised to 8 theta is equal to sin square theta minus cos square theta into 1 minus 2 sin square theta cos square theta. എങ്ങനെ പ്രൂവ് ചെയ്യാം? അപ്പോൾ നമ്മൾ LHS എടുത്തു കഴിഞ്ഞാൽ LHSനെ ഇതിനെ നമുക്ക് എന്തായിട്ടാണ് എഴുതാൻ പറ്റുന്നത്? LHSനെ നമുക്ക് a square minus b square ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇതിനെ sin raised to 4 theta the whole square minus cos raised to 4 theta the whole square എന്ന് എഴുതി കൂടെ. a square minus b square നെ a എന്ന് പറയുന്നത് sin raised to 4 theta ആയിട്ട് ഇവിടെ വരുന്നത്, b എന്ന് പറയുന്നത് cos raised to 4 theta എന്നാ വരുന്നത്. സോ a square minus b square നെ നമുക്ക് a plus b അതായത് sin raised to 4 theta plus cos raised to 4 theta into sin raised to 4 theta minus cos raised to 4 theta എന്ന് എഴുതാമല്ലോ. ഓക്കെ, sin raised to 4 theta plus cos raised to 4 theta എന്താണ്? 1 minus 2 cos square theta sin square theta. അത് കിട്ടി. ഇനി ഇതിനെ വീണ്ടും എനിക്ക് sin square theta the whole square minus cos square theta the whole square എന്ന് എഴുതിക്കൂടെ? എഴുതാലോ, ആരും നോ പറയത്തില്ലല്ലോ. കാരണം അതും sin raised to, ഇവിടെ വീണ്ടും a square minus b square ഫോം ഇല്ലേ? അതായത് 1 minus 2 cos square theta sin square theta അവിടെ വന്നു. into a square minus b square എന്ന് പറയുന്നത് again a plus b sin square theta plus cos square theta into a minus b അതായത് sin square theta minus cos square theta. ഇത് 1 ആയി പോയി അല്ലെ? ബാക്കി എന്താണല്ലോ 1 minus 2 cos square theta sin square theta into sin square theta minus cos square theta. അതാണല്ലോ നമ്മുടെ RHS, hence proved. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇത് ഫാക്ടറൈസേഷന്റെ ഹയർ പവറുകളെ ഫാക്ടറൈസ് ചെയ്യാൻ അറിയാവോന്ന് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. സോ അതിന്റെയും കളി കഴിഞ്ഞു. അടുത്തതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, if
CK plus tan A into sec B plus tan B into sec C plus tan C. That is equal to CK minus tan A into sec B minus tan B into sec C minus tan C. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ then show that each side is രണ്ടും ഈക്വൽ ആണ് equal to plus or minus 1. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇതെങ്ങനെ നമ്മളൊന്ന് പ്രൂവ് ചെയ്യാം ഓർക്കുക ഇതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം sec square a മൈനസ് tan square a എന്ന് പറയുന്ന 1 ആണ് അല്ലെ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ a square മൈനസ് b square എന്ന് പറയുന്നത് ck plus tan a into ck minus tan a ഇത് 1 ആണ് അല്ലെ അതായത് നമുക്ക് ck minus tan a 1 by ck plus tan a എന്ന് എഴുതാം അല്ലെ ഈ കാര്യമൊക്കെ നമ്മൾ നേരത്തെ 2-3 പ്രാവശ്യം ഓൾറെഡി എന്റെ ലെക്ചറിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഈ ലെഫ്റ്റ് സൈഡ് രണ്ടിന്റെയും ഈക്വൽ വാല്യൂ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിനെയും എക്സ് എന്നും ഇതിനെയും എക്സ് എന്നും എടുക്കാം അങ്ങനെ എടുക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ രണ്ടും എക്സ് വാല്യൂ ആണെന്ന് നമുക്ക് അറിയാം അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ck plus tan a into sec b plus tan b into sec c plus tan c. This is equal to ck minus tan a എനിക്ക് 1 by ck plus tan a എന്ന് എഴുതാം RHS ഉള്ള സാധനം ഈ RHS ഉള്ള സാധനം അതേപോലെ തന്നെ ഈ sec b minus tan b 1 by sec b plus tan b എന്ന് എഴുതാം sec c plus tan sec c minus tan c 1 by sec c plus tan c എന്ന് എഴുതാം അല്ലെ ഇതെന്ന് പറയുന്നത് അതായത് ലെഫ്റ്റ് സൈഡ് എക്സ് ആണെന്ന് മനസ്സിലായി റൈറ്റ് സൈഡിന്റെയും ഡിനോമിനേറ്ററിൽ എക്സ് തന്നെയല്ലേ ഞാൻ പറഞ്ഞു രണ്ടിനെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും എക്സ് ആണ് റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിലും ഉള്ള എക്സ് ആണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ എല്ലാം ഡിനോമിനേറ്ററിൽ എന്നും ക്രോസ് മൾട്ടിപ്ലൈ അതായത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അതായത് എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 എക്സ് എന്ന് പറയുന്നത് എന്താണ് ഈ സാധനം ck plus tan a into sec b plus tan b into sec c plus tan c അത് തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡും ബോത്ത് രണ്ടും എക്സ് ആണ് ആ എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണ് കാര്യം പിടികിട്ടിയോ പിന്നെ മാർക്കറ്റിലുള്ള സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം 1 minus sin a into 1 minus sin b into 1 minus sin c ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി is equal to 1 plus sin a പിന്നെ എന്താ ഉള്ളത് 1 plus sin b into 1 plus sin c ഇത് ഈ സൈഡ് പ്ലസ് ഓർ മൈനസ് 1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഏതാ 1 minus sin square a എന്ന് എടുത്താൽ പോരെ 1 minus sin square a 1 minus sin a into 1 plus sin a എന്ന് എടുത്തിട്ട് ആ രീതിയിൽ തന്നെ ചെയ്തു പോയാൽ മതി എല്ലാവരും ഹോംവർക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമല്ലോ ഞാൻ വീണ്ടും ചെയ്ത് സമയം കളയുന്നില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം ചോദ്യം ഇതാണ് if ax by cos theta plus by divided by sin theta this is equal to a square minus b square ആണെങ്കിൽ and also ax sin theta by cos square theta minus by cos theta by sin square theta എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് then find the value of ax whole raised to 2 by 3 plus by whole raised to 2 by 3 ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് നോക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും എഴുതാം ഇക്വേഷൻ 2 നെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ax sin theta by cos square theta is equal to by cos theta by sin square theta എന്ന് കിട്ടുന്നതായിട്ട് കാണാം അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് ax divided by by എന്ന് പറയുന്നത് cos cube theta divided by sin cube theta എന്ന് കിട്ടും അതായത് ax by by എന്ന് പറയുന്നത് cot cube theta എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലായത് ax by by എന്ന് പറയുന്നത് cot cube theta അല്ലെ അതായത് ax by by cot cube theta ആണെങ്കിൽ
നമുക്ക് cot തീറ്റയെ ax by by whole raised to 1/3 എന്ന് എഴുതാം. അതായത് ax whole raised to 1/3 divided by by whole raised to 1/3 എടുക്കാം. രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇത് തീറ്റയാണെങ്കിൽ കോട്ട് തീറ്റ എന്ന് പറയുന്ന അഡ്ജസന്റ്, അതായത് ഇത് ax raised to 1/3 ഓപ്പോസിറ്റ് by raised to 1/3 ആണ്. അന്നേരം പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് ax root of ax raised to 2/3 plus by raised to 2/3 root of base square plus height square ax raised to 1/3 യുടെ സ്ക്വയർ എന്ന് പറയുന്നത് ax raised to 2/3 അല്ലേ? ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. നമുക്കുണ്ടായിരുന്ന ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് നമുക്കുള്ളത് ax by cos theta plus by by sin theta എന്ന് പറയുന്ന a square minus b square ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ax by cos theta എന്ന് പറയുന്നത് എന്താണ്? ax whole raised to 1/3 divided by root of ax whole raised to 2/3 plus by whole raised to 2/3 എന്ന് കിട്ടും. പ്ലസ് by ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് by whole raised to 1/3 divided by root of ax raised to 2/3 plus by raised to 2/3 എന്ന് നമുക്ക് കിട്ടും അല്ലെ? ഇത്രയല്ലേ നമുക്ക് കിട്ടുന്ന കോസ് തീറ്റയുടെ വാല്യൂ. ഈ ട്രയാങ്കിളിൽ നിന്നാണ് ഇതെല്ലാം എഴുതിയ. ഇതെന്ന് എഴുതി ദിസ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത്? എക്സ് നമ്മൾക്ക് ഇത്രയും കിട്ടി, ഇത്രയും കിട്ടി. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെ? സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ax ഡിവൈഡഡ് ബൈ, അതായത് ax ഡിവൈഡഡ് ബൈ, നമുക്ക് ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? ax ഡിവൈഡഡ് ബൈ ax റേസ് ടു 1/3 ഇൻറ്റു ബാക്കി റൂട്ട് മുകളിലോട്ട് പോകത്തില്ലേ? റൂട്ട് ഓഫ് ax റേസ് ടു 2/3 പ്ലസ് by റേസ് ടു 2/3 മുകളിൽ പോയി പ്ലസ് again ഇവിടെ എന്താ ഉള്ളത്? by divided by by raised to 1/3 into root of ax raised to 2/3 plus by raised to 2/3. ഇതിനെ നമുക്ക് a square minus b square ആണെന്ന് എഴുതാം. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ax raised to 2/3 ആത്തില്ലേ? ax raised to 1/3 divided by ax raised to ax divided by ax raised to 1/3 എന്ന് പറഞ്ഞാൽ a raised to m by a raised to n എന്ന് പറയുന്നത് a raised to m minus n. ഇതെന്ന് പറയുന്നത് ടെക്നിക്കലി ax raised to 1 ആണല്ലോ. 1 minus 1/3 2/3 ആവും. into root of ax whole raised to 2/3 plus by whole raised to 2/3. ഇതെല്ലാം കണ്ണ് എത്തേണ്ട വെറും സിമ്പിൾ മാത്തമാറ്റിക്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്റ്റെപ്പിൽ കുറച്ച് കെയർഫുൾ ആയതാ മതി. ഇത് by raised to 2/3 into root of ax raised to 2/3 plus by raised to 2/3 എന്ന് നമുക്ക് കിട്ടുന്നതായിട്ട് അറിയാം. this is a square minus b square എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ കോമൺ എടുക്കേണ്ട? റൂട്ട് ഓഫ് ax raised to 2/3 plus by raised to 2/3 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്താ ബാക്കി? ax raised to 2/3 plus by raised to 2/3 ബാക്കിയുണ്ട്. കോമൺ എടുത്തു കഴിഞ്ഞാൽ this is equal to a square minus b square എന്ന് നമുക്ക് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇത് എക്സ് ആണെങ്കിൽ ഇത് റൂട്ട് എക്സ് അല്ലേ? ഇതേ സാധനം തന്നെ റൂട്ടിന്റെ അകത്തിട്ട് വെച്ചേക്കുമല്ലേ ഇവിടെ? അതായത് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 3/2 അല്ലേ? ആ കാര്യം എല്ലാവർക്കും അറിയാലോ. എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 3/2. അതായത് ax ഹോൾ റേസ് ടു 2/3 പ്ലസ് by ഹോൾ റേസ് ടു 2/3 ഹോൾ റേസ് ടു 3/2 എന്നുള്ളതല്ലേ ലെഫ്റ്റ് സൈഡിലുള്ളത്? ദിസ് ഇസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ax ഹോൾ റേസ് ടു 2/3 പ്ലസ് by ഹോൾ റേസ് ടു 2/3 ഹോൾ റേസ് ടു 3/2 is a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. രണ്ട് സൈഡിലും റേസ് ടു 2/3 ചെയ്യുക. രണ്ട് സൈഡിലും റേസ് ടു 2/3 ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടും? ax ഹോൾ റേസ് ടു 2/3 പ്ലസ് by ഹോൾ റേസ് ടു 2/3 ഹോൾ റേസ് ടു 3/2 ഹോൾ റേസ് ടു 2/3 ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് വെട്ടിപ്പോവും. പിന്നെ റൈറ്റ് സൈഡില് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ റേസ് ടു
2/3 എന്ന് കിട്ടും അല്ലെ. ഇതല്ലായിരുന്നു നമുക്ക് വേണ്ടുന്നതും ഇത് തന്നെയാണ്. ax raised to 2/3 plus by raised to 2/3 എത്രയാണ് കിട്ടിയത്? a square minus b square whole raised to 2/3. So the answer is a square minus b square whole raised to 2/3. കുറച്ച് ചടങ്ങായിരുന്നു എത്താനായിട്ട്, പക്ഷെ നമ്മൾ എത്തി. കുറച്ച് ആലോചിച്ച് ചെയ്യുക. ജെഇ അഡ്വാൻസിന്റെ ലെവലൊക്കെ ഈ ലെവലിലെ കളിയാണ്. ആദ്യം 10ാം ക്ലാസ്സിൽ നിന്ന് തുടക്കത്തിൽ കയറുമ്പോഴത്തേക്കും ഒരു ചെടിയെ പേടി തോന്നും. പേടിക്കണ്ട, പതുക്കെ പതുക്കെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾ എല്ലാം അടിച്ചു പൊളിക്കും. ഒരു പേടിയും വേണ്ട. ഞാനുണ്ട് കൂടെ. നല്ല നല്ല ചോദ്യങ്ങൾ ചെയ്ത് നമ്മൾ ഇതിലെല്ലാം തറവായിട്ട് വരും. ഓക്കെ, നല്ലൊരു ചോദ്യമായിരുന്നു ഇത്. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് if tan a plus sin a is m and tan a minus sin a n ആണെങ്കിൽ show that m square minus n square is equal to 4 root of mn. ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്തേരെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജെഇ ചോദ്യമാണ്. എല്ലായിടത്തും തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഐ എം ഷുവർ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. if a sec theta is 1 minus b tan theta, tan square അല്ല, വെറും tan theta, okay, and a square sec square theta minus b square tan square theta, this is equal to 5, then eliminate theta. ചോദ്യം ഇതാണ്. തീറ്റയെ ഇല്ലാതാക്കുക. eliminate theta and find a relation using this. ഇപ്പൊ ഇതിനെ നമുക്ക് ഇപ്പുറത്തോട്ട് എഴുതി കഴിഞ്ഞാൽ a sec theta plus b tan theta എന്ന് പറയുന്ന 1 എന്ന് നമുക്ക് എഴുതാമല്ലോ. ഈ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ നിങ്ങൾ ഒരു a square minus b square ഫോർമുല കാണുന്നുണ്ടോ? a square minus b square എന്ന് പറയുന്നത് a plus b into a minus b അല്ലേ? ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിച്ചാൽ, അതായത് a sec theta plus b tan theta into a sec theta minus b tan theta എന്ന് പറയുന്നത് 5 ആണെന്നല്ലേ ഇതിന്റെ അർത്ഥം. a sec theta the whole square minus b tan theta the whole square. a square minus b square is a plus b into a minus b. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി a sec theta plus b tan theta 1 ആയതുകൊണ്ട് ആ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി a sec theta minus b tan theta എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും അല്ലെ. ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇതിനെ രണ്ടിനെയും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? രണ്ടും കൂടെ ആഡ് ചെയ്യുക. രണ്ട് ഇക്വേഷനും രണ്ട് വേരിയബിളും അല്ലേ, രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? b tan theta മൈനസ് ബൈ tan theta ആഡ് ചെയ്തു, ക്യാൻസൽ ആയി പോയി. a sec theta കൂടെ ചെയ്യുന്നിട്ട് 2a sec theta എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ എന്താ വരുന്നത്? 1 plus 5 എന്ന് പറയുന്നത് 6 എന്ന് കിട്ടും. അതായത് നമുക്ക് മനസ്സിലാക്കാം sec theta എന്ന് പറയുന്നത് 3/a എന്ന് നമുക്ക് മനസ്സിലാക്കാം. sec theta എന്ന് പറയുന്നത് 3/a. sec theta 3/a ആണെങ്കിൽ നമുക്ക് tan theta എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിന്റെ അകത്തോട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്താൽ പോരെ? ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം a sec theta plus b tan theta എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ sec theta 3/a ആണെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 plus b tan theta ആണ് 1 എന്ന്. അതായത് tan theta എന്ന് പറയുന്നത് minus 2/b ആണെന്ന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും അല്ലെ. tan theta minus 2/b ആയി, sec theta 3/a ആയി. ഇനി ഇതിനെ രണ്ടിനെയും തീറ്റ എങ്ങനെ കളയുന്നത്? sec thetaയും tan thetaയും കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കളയുന്നത് എന്താ? നമുക്കറിയാവുന്ന റിലേഷൻ ഇല്ലേ, sec square theta minus tan square theta 1 ആണല്ലോ. sec square theta എന്താണ്? 3/a the whole square minus tan square theta എന്താണ്? 2/b the whole square. minus 2/b യും plus 2/b യും എല്ലാം ഒന്ന് തന്നെ അല്ലേ? this is 1 അല്ലേ. അതായത് 9 divided by a square minus 4 divided by b square 1 എന്ന് കിട്ടി. so 9/a square minus 4/b square is 1. this should be the correct answer. ഓക്കെ, അപ്പൊ നമ്മള് തീറ്റയെ അങ്ങ് ഇത് വെച്ചിട്ട് തന്നെ എലിമിനേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ ചെയ്യാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വൺ ഫൈനൽ ചോദ്യം ഫോർ ദ ഡേ. ഓക്കെ, ചോദ്യം ഇതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണിത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. if cot alpha plus tan alpha is m and sec alpha minus cos alpha is n, then show that m into mn square whole raised to 1/3 minus n into
എം സ്ക്വയർ എൻ ഹോൾ റേസ് ടു 1/3 ഇത് 1 ആണെന്ന് നിങ്ങൾ കാണിക്കണം. ഇത്രയുമാണ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, ഫൈൻ. ഇതെങ്ങനെയാണ് കാണിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? സീക്ക് ആൽഫ മൈനസ് കോസ് ആൽഫ എൻ ആണ്. സീക്ക് ആൽഫ എന്ന് പറയുന്നത് മൈനസ് കോസ് ആൽഫ എന്ന് പറയുന്നത് എൻ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ കോട്ട് ആൽഫ പ്ലസ് ടാൻ ആൽഫ എം ആണെന്ന് പറയുന്നത്. കോട്ട് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? കോസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. ടാൻ ആൽഫ എന്ന് പറയുന്നത് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ. ഇത് എം ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറയുന്നത് എം ആയിട്ട് കിട്ടും. അതായത് 1 ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറയുന്നത് എം എന്ന് നമുക്ക് ആദ്യത്തെ റിലേഷനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടി. അതേപോലെ തന്നെ രണ്ടാമത്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? സീക്ക് ആൽഫയെ 1 ബൈ കോസ് ആൽഫ എന്ന് എഴുതാം. മൈനസ് കോസ് ആൽഫയാണ് നമുക്ക് എൻ എന്ന് തന്നിട്ടുള്ളത് അല്ലെ. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ എന്ന് പറയുന്ന എൻ എന്നും 1 മൈനസ് കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്ന സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ എന്ന് പറയുന്ന എൻ എന്നും കിട്ടി അല്ലെ. നമുക്ക് എന്താ ഉണ്ടായിരുന്നേ? വേറെ ഉള്ളത് 1 ബൈ സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറയുന്നത് എം എന്ന് അറിയാം. അതായത് സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറയുന്നത് 1 ബൈ എം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്നും ഇതിനെ നമ്മൾക്ക് ഇക്വേഷൻ 2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ 1നെയും 2നെയും ഞാൻ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൈൻ ക്യൂബ് ആൽഫ എന്ന് പറയുന്ന എൻ ബൈ എം എന്ന് കിട്ടും അല്ലെ. സൈൻ ക്യൂബ് ആൽഫ എന്ന് പറയുന്ന എൻ ബൈ എം. അതായത് സൈൻ ആൽഫയെ നമുക്ക് എൻ ബൈ എം ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതാലോ. എൻ ബൈ എം ഹോൾ റേസ് ടു 1/3 എന്ന് എഴുതാം സൈൻ ആൽഫയെ. സൈൻ ആൽഫ എൻ ബൈ എം ഹോൾ റേസ് ടു 1/3 ആണെങ്കിൽ പുട്ടിങ് ഇൻ ഇക്വേഷൻ 1 നമുക്ക് എന്താ കിട്ടുന്നത്? സൈൻ ആൽഫ ഇൻറ്റു നമുക്കുള്ളത് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ എന്ന് പറയുന്ന 1 ബൈ എം ആണെന്ന് തന്നിട്ടുണ്ട്. അതില് സൈൻ ആൽഫ എൻ ബൈ എം ഹോൾ റേസ് ടു 1/3 ആണ്. ഇൻറ്റു കോസ് ആൽഫ എന്ന് പറയുന്ന 1 ബൈ എം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കോസ് ആൽഫ എന്ന് പറയുന്നത് 1 ബൈ എം റേസ് ടു 2/3 വരും. കാരണം എം റേസ് ടു 1/3 ഇവിടെ പോയിട്ട് താഴെ വരുമ്പോൾ എം റേസ് ടു 2/3 ഇൻറ്റു എൻ റേസ് ടു 1/3 എന്ന് നമുക്ക് കിട്ടും അല്ലെ. സോ കോസ് ആൽഫ എന്ന് പറയുന്നത് 1 ബൈ എം റേസ് ടു 2/3 ഇൻറ്റു എൻ റേസ് ടു 1/3 എന്ന് കിട്ടി. നമുക്ക് വീണ്ടും അറിയാവുന്ന ഒരു റിലേഷൻ ഇല്ലേ? എന്താണ്? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്ന 1 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ സൈൻ ആൽഫ എന്ന് പറയുന്നത് എത്രയായിരുന്നു? സൈൻ ആൽഫ എന്ന് പറയുന്നത് എൻ ബൈ എം ഹോൾ റേസ് ടു 2/3. എൻ ബൈ എം ഹോൾ റേസ് ടു 2/3 അല്ലെ. എൻ ബൈ എം ഹോൾ റേസ് ടു 2/3 ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? കോസ് ആൽഫ എന്ന് പറയുന്നത് 1 ബൈ എം റേസ് ടു 2/3 ഇൻറ്റു എൻ റേസ് ടു 1/3 അല്ലെ. ഇതിന്റെ ഹോൾ സ്ക്വയർ. ഇത് 1 ആണെന്ന് കിട്ടി അല്ലെ. ഫ്രാക്ഷണൽ പവേഴ്സ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചാൽ മതി, വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതായത് എൻ റേസ് ടു 2/3 ഹോൾ സ്ക്വയർ, അതായത് എൻ റേസ് ടു 4/3 ഡിവൈഡഡ് ബൈ എം റേസ് ടു 4/3 എന്നാവും അല്ലെ. ഇത് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എം റേസ് ടു 4/3 ഇൻറ്റു എൻ റേസ് ടു 2/3 എന്നാവും അല്ലെ. ഇതാണ് 1 എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ നമുക്ക് എൽ സി എം എടുത്തു കഴിഞ്ഞാൽ എം റേസ് ടു 4/3 ഇൻറ്റു എൻ റേസ് ടു 2/3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാക്കി എന്താ കിട്ടുന്നത്? എം റേസ് ടു 4/3 വെട്ടിപ്പോകും, എൻ റേസ് ടു 2/3 ഉണ്ട് അല്ലെ. എൻ റേസ് ടു ഞാൻ എവിടെയെങ്കിലും ഒരു തെറ്റ് വരുത്തിയോ? സോറി, ഇത് എൻ ബൈ എം ഹോൾ റേസ് ടു 1/3 ഉള്ളായിരുന്നേ. എൻ ബൈ എം ഹോൾ റേസ് ടു 1/3 ഉള്ളായിരുന്നു. ഇത് എൻ ബൈ എം ഹോൾ റേസ് ടു 1/3 ആയിരുന്നു. അതെ,
അപ്പൊ ഇവിടെ തൊട്ടൊന്ന് തെറ്റും. നമുക്കുള്ളത് n by m ഹോൾ റേസ് ടു 1/3 ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയറിൽ വിടുമ്പം പ്ലസ് 1 m റേസ് ടു 2/3 into n റേസ് ടു 1/3 ഹോൾ സ്ക്വയർ. ഇത് 1 എന്നായിരുന്നു. നമ്പർ സൂക്ഷിച്ച് ചെയ്യണേ, അല്ലെങ്കിൽ തെറ്റുവേ. സോ n റേസ് ടു 2/3 വരും, ബൈ m റേസ് ടു 2/3 വരും, പ്ലസ് 1 ഡിവൈഡഡ് ബൈ m റേസ് ടു 4/3 ഇൻറ്റു n റേസ് ടു 2/3. ഇത് 1 എന്ന് കിട്ടി. LCM എടുക്കുമ്പോൾ m റേസ് ടു 4/3 n റേസ് ടു 2/3 എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ m റേസ് ടു 2/3 ഇവിടെ ബാക്കി വരും. സോ m റേസ് ടു 2/3 വന്നു. ഇത് n റേസ് ടു 2/3 ഇൻറ്റു n റേസ് ടു 2/3 n റേസ് ടു 4/3 വന്നു, പ്ലസ് 1 എന്നല്ലേ വരുന്നത്? പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും അല്ലെ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് m റേസ് ടു 2/3 n റേസ് ടു 4/3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു m റേസ് ടു 4/3 n റേസ് ടു 2/3. ഇതിനെ ഇപ്പുറത്തോട്ട് എടുക്കുക. m റേസ് ടു 2/3 ഇൻറ്റു n റേസ് ടു 4/3 അല്ല, ഇത് 1 ഇവിടെ നിൽക്കട്ടെ. m റേസ് ടു 4/3 ഇൻറ്റു n റേസ് ടു 2/3 മൈനസ് m റേസ് ടു 2/3 ഇൻറ്റു n റേസ് ടു 4/3 എന്ന് പറയുന്നത് 1 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ട എന്തായിരുന്നു? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രൂവ് ചെയ്യേണ്ട ചോദ്യം ഷോ ദാറ്റ് m ഇൻറ്റു m n സ്ക്വയർ ഹോൾ റേസ് ടു 1/3 മൈനസ് n ഇൻറ്റു m സ്ക്വയർ n ഹോൾ റേസ് ടു 1/3 1 എന്നാണ്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? ഇതിനെ ഓപ്പൺ ചെയ്ത m റേസ് ടു 1/3 ഇൻറ്റു m റേസ് ടു 4/3 ഇൻറ്റു n റേസ് ടു 2/3 ആയി, മൈനസ് n റേസ് ടു 1/3 n റേസ് ടു 4/3 ആയി, m റേസ് ടു 2/3 ആയി. ഇത് 1. ഇത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, സെയിം സാധനം. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, കുറെ 2/3 1/3 എല്ലാം വരുന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആകും. ഇത് സമയമെടുത്ത് ചിന്തിച്ചൊന്ന് ചെയ്യുക, നിങ്ങൾ അവിടേക്ക് എത്തും, പേടിക്കണ്ട. കുറച്ച് കൺഫ്യൂഷൻ ആവുന്നവരെ എക്സ്പോണൻസ് ഒക്കെ നമ്മൾ പഠിക്കണേ. അറിയാത്തവർ ഓർക്കുക, a റേസ് ടു m ഇൻറ്റു a റേസ് ടു n is a റേസ് ടു m പ്ലസ് n, a റേസ് ടു m ബൈ a റേസ് ടു n is a റേസ് ടു m മൈനസ് n അല്ലെ. a റേസ് ടു m ഹോൾ റേസ് ടു n is a റേസ് ടു mn. ഇത് അറിയാത്തവരോ നോട്ട് ചെയ്യുക, പഠിക്കുക. ബേസ് സെയിം ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വമ്പൻ കുറെ ചോദ്യങ്ങൾ ചെയ്തു. JEE അഡ്വാൻസ് ലെവലിൽ വരെ ഇതില്ലാതെ കളിച്ചിട്ടുള്ള കളികളെല്ലാം തന്നെ നമ്മൾ ഇന്ന് കളിച്ചു, നല്ല രീതിയിൽ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും റേഡിയന്റെയും റിഡക്ഷൻ ഫോർമുലയെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഹോംവർക്ക് തന്നെ 1-2 ചോദ്യം ഉള്ളത്. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. നമ്മൾ പൊളിച്ച് നല്ല ചോദ്യങ്ങൾ ചെയ്തു. വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ബൈ ബൈ, ഹാവ് എ നൈസ് ടൈം.